ഹായ് ഗൈസ്, ഞാൻ അൻഷാദ്. ഇന്നത്തെ വ്ളോഗ് നമുക്ക് ജുമാ നിസ്കാരത്തിൽ തന്നെ തുടങ്ങി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമുക്ക് ഫസ്റ്റ് ജുമാ ഒന്ന് നിസ്കരിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് കടക്കാം. ഇനി പോയി ഒന്ന് കുളിക്കണം. കുളിച്ചിട്ട് നമുക്ക് നേരെ പള്ളിയിൽ പോവാം. ഞാൻ പോണത് ടൗൺ പള്ളിയിലാണ്, ബാലരാമപുരം ടൗൺ പള്ളിയിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പള്ളിയിൽ ഇട്ടിട്ട് പോകാം. എങ്ങനെയുണ്ട് ഗൈസ്? 10ൽ എത്ര റേറ്റ് നിങ്ങൾ കൊടുക്കും? സമയമില്ല, പള്ളിയിൽ പോകാൻ ടൈമായി. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോകാം. ഗായ്സ്, നമ്മൾ പള്ളിയിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അലിഫ് വന്നു. വലൈക്കും അസ്സലാം. പള്ളി വിട്ടിറങ്ങിയത് ഇവിടെ വന്നിരിക്കുകയാണ്. എൻ്റെ നാട്ടിലുള്ള പയ്യന്മാർ. ഇതെൻ്റെ ഇക്കാക്ക, റഫീഖ് ഇക്കാക്ക. എന്നെ പറ്റി എന്താണ് പറയാനുള്ളത്? കുറേ ദിവസത്തിന് ശേഷം കാണുകയാണ്. പിന്നെ ശരിക്കാം, അതെയാ വ്ളോഗ് കണ്ടിരിക്കാം. അപ്പൊ അതിനെ പറ്റി എന്തെങ്കിലും പറ. നമ്മളെ കോളേജിനെ പറ്റി എന്താണ് പറയാനാണെങ്കിൽ വാക്കുകളില്ല. ഫസ്റ്റ് ഇയറിലെ ഓർമ്മകൾ പറ. എനിക്ക് അങ്ങനെ ഓർമ്മകളില്ല. ഓർമ്മകൾ ഇത് വെള്ളിയാഴ്ച വ്ളോഗ് ചെയ്തോ? അലിഫിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഫസ്റ്റ് ഇയറിലെ ഓർമ്മകൾ, പ്ലസ് 1 ഓർമ്മകൾ. അവൻ മറവിയുള്ള ഒരു പയ്യനാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. വെള്ള ഹൃദയത്തിനെ പ്രണയിച്ചിരുന്നു. അതിനാനെ കുറെ ദിവസത്തിന് ശേഷമാണ് അതിനാനെ കാണുന്നത്. ഒന്നും പറയാനില്ല. ഞാനും ഇവരെ പോലെ തന്നെയാണ്. ഈ വീഡിയോ ആഗസ്റ്റ് 15-ാം തീയതിയാണ് നടക്കണേ. കൊടി കാണിച്ചു കൊടുത്തത്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഈ വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ എന്ന് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും വരും. നമ്മളെ നാട്ടിലെ ഗത്ത് പയ്യൻ തൃശ്ശൂരിൽ പോയിട്ടപ്പോ വന്നു. തൃശ്ശൂരിൽ പോയിട്ട് ഇന്നലെ രാത്രി എത്തിയടാ. പരിപാടി അടക്കാൻ പോവുകയാണ്. ഇവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഗൈസ്, ഈ കൊടി കാണും. നമ്മളെല്ലാ കൊടിയും കാണും. ഈ വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നില്ല. നമ്മുടെ പയ്യന്മാരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? എന്താണ് നിന്റെ അഭിപ്രായം? പറ്റും. ഗൈസ്, നമ്മുടെ ഷാഫി ഓട്ടോമൊബൈലാണ് പഠിക്കുന്നത്. വണ്ടിയെ കുറിച്ച് സകലമാന കാര്യങ്ങളും ഈ പയ്യനറിയാം. എന്താ ഒന്നും കൂടെ മൊത്തമായിട്ടൊന്ന് പൊളിച്ചു നോക്കണം. എന്നാലും എനിക്ക് ഇതാണ് ഗത്ത് വണ്ടി. ഷെയിന്റെ വണ്ടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. ആരും കണ്ടുവിടരുത്. എങ്ങനെയുണ്ട് ഗൈസ് ഷെയിന്റെ വണ്ടി? ഗത്തല്ലേ? ഏതാ മാസ് ഗൈസ്. ആയിക്കാക്ക് വണ്ടി സ്റ്റാർട്ടാകാൻ പറ്റില്ല. അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാകാൻ വേണ്ടി സഹായിക്കുകയാണ്. അത് ഞാൻ എന്താണ് ഈ ഒരു നന്മ പ്രവൃത്തി കണ്ടിട്ട് എന്താണ് പറയുന്നത്? നാട്ടിലെ നല്ല പയ്യന്മാരാണ്. അത് ഷാഫി ഒന്ന് പോയി സഹായിക്കും ബ്രോ. പുതിയ വണ്ടികൾ പരീക്ഷിച്ച പഴയ വണ്ടികൾ ഇതൊക്കെയാണ് പ്രശ്നമില്ല. ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. കാറിന്റെ ചില പരിപാടികളൊക്കെ നമുക്ക് പഠിച്ചു കൊടുക്കും. കൂടുതൽ എഞ്ചിൻ ആക്കിയിട്ട് ഇവിടെ ഇത് നടക്കുമ്പോ അവിടെ വേറെ എന്തോ പരിപാടി. ചെയിന് താളം മാത്രമല്ല ഇവിടെ അറിയാതെ ചെയിന് കാണിക്കാൻ ബുള്ളറ്റിന്റെ കാറിന്റെ കാര്യമാണ് പഠിക്കാൻ പോയി. ബൈക്കിന്റെ അല്ല. നീ ടോപ്പ്. അതത്രേ ഉള്ളൂ. എല്ലാരും വീട്ടിൽ പോവാണ്. ഇനിയും പയ്യന്മാരുണ്ട്, പക്ഷെ ആരെയും കണ്ടില്ല. ബാക്കിയുള്ളവരൊക്കെ വേറെ പള്ളിയിൽ പോയെന്നാണ് തോന്നുന്നത്. അപ്പൊ ശരി, എല്ലാവർക്കും ടാറ്റ. ഞാൻ അലിഫിന്റെ കൂടെ പോവുകയാണ്. ഞാൻ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. ഞാൻ വീട്ടിലാണ്. ഇപ്പൊ ഇവിടെ നല്ല മഴയുണ്ട്, കാണിച്ചു തരാം. നല്ല മഴയല്ല, ചെറിയ മഴ. പക്ഷെ എന്നിട്ട് ഫിർദോസും ഷെയ്നും ബിലാലും ആയിട്ട് ഇവിടെ അവർക്ക് വണ്ടി എന്തോ കഴിവണം. മഴയത്ത് വണ്ടി കഴിവാൻ തോന്നണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാർ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. നമുക്കത് അവന്മാർ വണ്ടി കഴിവണയൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കാം. അപ്പൊ ശരി, നമുക്ക് വീഡിയോയിൽ കാണാം. ഇവിടെ ഇപ്പം മഴ പെയ്യാണ്. നല്ല മഴയുണ്ട്. ഇപ്പൊ കുറഞ്ഞു ഏകദേശം. എല്ലാവരും ഫിർദോസിന്റെ കാറ് കഴുകാൻ വന്ന്, ഷെയ്ന്റെ വണ്ടി കഴുകാൻ വന്നു. നിങ്ങൾ പോണാ? ആരും പോണാ? ഇല്ലടാ, ഞാൻ ഇപ്പൊ ഒന്നല്ലേ ഉള്ളൂ. ഫിർദോസ് കുളിക്കാൻ പോവുകയാണ്. ഷെയ്ൻ അവന്റെ വണ്ടി കഴുകുകയാണ്.
ഇന്ന് ഫിർദൗസിന് ആരുമായിട്ടോ ഡേറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് വണ്ടി കഴിവാന്ന് സിനിമയ്ക്ക് പോവുകയാണ്. സിനിമയ്ക്ക് പോകുന്നതൊക്കെ കൊള്ളാം. വീട്ടിലുള്ളവരാണ് പിടിച്ച് വെക്കുമ്പോൾ നമ്മളെ വിളിക്കാതിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചാവുന്നല്ലേ നല്ലത്. ഇതിന് വലിയൊരു തുണിക്കഷ്ണം കിട്ടുക. തുണി എടുത്തു തരും. വലിച്ചെടു അലയുന്നില്ല. നല്ല അടിപൊളി മിന്റ് ചായ. അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടി കഴുകി കഴിഞ്ഞു ഗായ്സ്. ഇതാണ് ഫൈനൽ ലുക്ക്. വണ്ടി സ്റ്റാർട്ട് ആവോ ബ്രോ? ഒരു കാര്യം പറയാൻ മറന്നു, വേറൊന്നുമല്ല, ഞാൻ രണ്ടാമതിട്ട വീഡിയോയിൽ സൗണ്ട് ക്വാളിറ്റി വളരെ മോശമെന്ന് എൻ്റെ ഫോളോവേഴ്സ് അല്ല പറഞ്ഞത്, ഫ്രണ്ട്സാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇനി എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ മിസ്റ്റേക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റെ അടുത്ത് പറയാം. സ്ഥാനം വന്ന ഭാഗങ്ങളിൽ സൗണ്ട് ക്വാളിറ്റി വളരെ മോശമായിരുന്നെന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഇനി ചെയ്യാൻ പോണ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലായിട്ടോ നേരിട്ടോ ഇങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം ഞാൻ അത് മാക്സിമം ചെയ്യാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ശ്രമിക്കും. വേറെ ഒന്നുമില്ല, അത്ര തന്നെ. ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ശരി, ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ അക്ഷരയുടെ വീട്ടിൽ നിൽക്കുന്നതാണ്. നമ്മളിവിടെ 25-ാം തീയതി മാഗസീൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഡാൻസ് പ്രാക്ടീസിന് വന്നതാണ്. ഇതാണ് അക്ഷര. ഇത് നമ്മുടെ ഡോന. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് കണ്ടുപോയാ ഈസാ ഹായ് അറിയാ മച്ചു. നമ്മളിപ്പോൾ കഴിക്കാൻ പോകാൻ കഴിച്ചിട്ട് കാണാം. അത് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നമുക്കിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു നല്ലൊരു ഗൗരിയുണ്ട്. നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്ക് മണിയനായിരുന്നു. നമ്മളിവിടുത്തെ ടോപ്പിക്ക് മെയിനായിട്ട് മണിയനാണ്. മണിയൻ വന്നില്ല. എന്തുകൊണ്ടാണ് മണിയൻ വരാത്ത? ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് വരുമെന്ന് പറഞ്ഞ പയ്യൻ മന്തി തിന്നാ പറ്റില്ല. അപ്പൊ അവിടെ എന്തോ കാറ്ററിംഗ് വർക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് പോയില്ല. വീട്ടിലേക്ക് കാറ്ററിംഗ് വർക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് പോയില്ല. എന്തുകൊണ്ട് മാസടിച്ച് ഇപ്പോൾ കിട്ടി ഇങ്ങനെ. ഇതാണ് നമ്മുടെ അക്ഷര ബാപ്പ ഒരിക്കുന്ന അക്ഷര. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ നമ്മളുടെ പ്രാക്ടീസാണ് നടക്കണേ. നമ്മളെ പ്രാക്ടീസ് ഏകദേശം കഴിഞ്ഞു. അക്ഷരയുടെ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ട്. നമ്മളത് പാട്ട് പാടാനാണ് അക്ഷരയുടെ വീട്ടിൽ നമ്മളെല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. നമ്മളൊരു പാട്ട് പാടാൻ പോവുകയാണ്. ഇതാണ് പാട്ട്. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനിയോ. ഇപ്പം നമ്മളുള്ളത് മീനാക്ഷിയുടെ വീട്ടിലാണ്. ഇവിടെ നമുക്ക് മറ്റന്നാളെ നാളെ മാഗസീൻ്റെ മറ്റന്നാളെ നമുക്ക് ഓണത്തിൻ്റെ പരിപാടിയുണ്ട്. അപ്പം മീനാക്ഷിയുടെ വീട്ടിൽ വന്ന് കുരുത്തോല എടുക്കാൻ വന്നതാണ്. അപ്പം എൻ്റെ കൂടെ ഇപ്പം ഗൗരിയുണ്ട്, അഭിമന്യു, ഷുഗൈബ്. അവർ രണ്ടുപേരും മീനാക്ഷിയുടെ വീട്. അവർ രണ്ടുപേരും കുരുത്തോല എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരു കുരുത്തോല ഉണ്ട്, എടുക്കാൻ വന്നതാണ്. ഞാൻ കാണിച്ച കുരുത്തോല എവിടെ? ഇതാണ്, ഇത് തന്നെ. ഇതാണ് കുരുത്തോല. ഉണങ്ങി വാടിപ്പോയത്. മറ്റന്നാളെ നമ്മൾ ഓണത്തിന് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് വേണ്ടി അത്തപ്പൂ ഇടണുണ്ട്. അപ്പം അത്തപ്പൂ ഇടണമെങ്കിൽ നമുക്ക് കുരുത്തോല വേണം. എന്ത് കാണിക്കുന്നു? പൂച്ചകളോടെ കളിക്കുന്നു, പൂച്ചകളോടൊപ്പം. അയ്യോ, നാളെ ഓണ സെലിബ്രേഷന് വേണ്ടി അത്തത്തിനല്ലേ അളിയാ ഇത് ഉപയോഗിക്കണ കുരുത്തോല? ഡെക്കറേഷന്. ഡെക്കറേഷന്. സോറി ഗൈസ്, ഡെക്കറേഷന് വേണ്ടി നമ്മൾ ഈ കുരുത്തോല ഉപയോഗിക്കും. അളിയാ ഇങ്ങ് വാ, നിനക്ക് ഓണത്തിനെ പറ്റി വല്ലതും അറിയാമോ? ഇവിടെ വന്ന് പറയടാ. എന്തെങ്കിലുമൊക്കെ എന്തൻ്റെ വേണോടാ ഗൈസ്. അപ്പോൾ നമുക്ക് മീനാക്ഷിയുടെ വീട്ടിൽ കയറാം. ഇതാണ് ചോക്കോ. ഇതാണ് മീനാക്ഷിയുടെ പേര്. ചോക്കോക്ക് പോയൊരു മുത്തം കൂടി. ഇതാര്? ബെല്ല. ഇതാണ് ചോക്കോയുടെ അമ്മ. അത് ചോക്കോയുടെ അമ്മനാ? അല്ല, മോനാ? അത് ചോക്കോയുടെ മോള്. കൊറേ ഉണ്ടോ? നമുക്കിനി സിംബായ കാണാം. വരൂ, ചാടി വരൂ. ചാടൂലേ?
കൂട്ടിയിട്ടിരിക്കണം നിങ്ങളൊന്നുണ്ട്. അതല്ലേ ഇത് ഇപ്പൊ ചാടൂ ഇങ്ങോട്ട്. ഇതാണ് നമ്മുടെ സിംബ. ആ ചോക്കോ. മറ്റത് കണ്ടത് മറ്റേ സിംബയുടെ മോളാണ് ചോക്കോ. ബെല്ലയുടെ ബെല്ലയുടെ മോനാണ് സിംബ. ബെല്ലയുടെ മോനാണ് അച്ഛനാണ് സിംബ. അച്ഛനല്ലടാ. സഹോദരൻ. ബെല്ലയുടെ മക്കളാണ് രണ്ട്. സഹോദരി. സഹോദരി. ഇതാണ് ഫസ്റ്റ് ചേച്ചി. അവള് പറഞ്ഞതുപോലെ ഏറ്റവും ചെറുതാണ്. നോക്കുന്നു. അങ്ങനെ ആക്കിക്കോ. അങ്ങനെ ആക്കിക്കോ. ഒന്നും ചെയ്യില്ല. സൂര്യനെ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. കൊണ്ടുപോണ ഇവിടെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന നാളത്തെ പരിപാടിയാണ്. നാളത്തെ പരിപാടി എന്ന് പറയുമ്പോൾ മാഗസീൻ ഡേ ആണ്. മാഗസീൻ ഡേ കഴിഞ്ഞ് മറ്റന്നാളെ ഓണം. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ചെയ്യണം. അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ.